ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ റിയാൻകുട്ടനും ഞാനും വീട്ടിലുണ്ട്. അപ്പം ഒരുപാട് നാളുകൊണ്ട് ഭയങ്കര മഴയായിരുന്നു. ഇന്നാണ് കുറച്ചെങ്കിലും മഴ മാറിയത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അങ്ങനെ എടുത്തൊരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ കുറേ സമയം റിയാൻകുട്ടൻ്റെ കളിയെല്ലാം നോക്കിയിരുന്നു. പിന്നെ ഞാനിതാ ചായ കുടിക്കാൻ പോവുകയാണ്. ചായ കുടിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇന്ന് രാത്രിയത്തേക്ക് വേണ്ടി മീൻ വയ്ക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞത്. അങ്ങനെ അമ്മ ഇതാ മീൻ കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ കാര മീനാണ് നമുക്ക് കിട്ടിയത്. അമ്മ ഇതാ മീനിനെ കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. റിയാന് പുറത്തിറങ്ങി കളിക്കാൻ കിട്ടിയ അവസരം അവ ഒട്ടും പാഴാക്കാതെ അമ്മ മീൻ കട്ട് ചെയ്യണ സമയം കൊണ്ട് അവനങ്ങ് ഉപയോഗിക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ ഇതാ മീൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കാൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉലുവ, പിന്നെ ആവശ്യത്തിനുള്ള പുളി, ആവശ്യത്തിനുള്ള ഉള്ളി, ആവശ്യത്തിന് വെള്ളം, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് അരച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ മീൻകറിക്ക് ആവശ്യമായ അരപ്പ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് മീനിലോട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ്, തക്കാളി, നാടൻ പച്ചമുളക്,
പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ച് വരികയാണ്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഒരിക്കൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരല്പം കറിവേപ്പില കൂടെ ഇങ്ങനെ പുറത്തുകൂടെ വിതറി കൊടുക്കാം. അങ്ങനെ മീൻ കറിയെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേനും സമയം ഇതാ രാത്രിയായി. അപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടി എനിക്ക് പുട്ടും ബീഫും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ അമ്മ പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. പുട്ടുണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ ഈറ്റൻ ജോയിയുടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ മാവിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ കുഴലിലോട്ട് ലെയറായിട്ട് തേങ്ങ, ബീഫ്, പിന്നെ അരിപ്പൊടി അതുപോലെ ലെയറായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പുട്ടും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ ബീഫ് വെച്ച് നമ്മൾ ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം കൊള്ളാമോ എങ്ങനെയാണെന്ന്. ഇങ്ങനെ ഞാൻ കഴിച്ചിട്ട് വരാം. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട്. ആ ബീഫിൻ്റെ ഫ്ലേവർ എല്ലാം ആ പുട്ടിലിങ്ങനെ മൊത്തത്തിലിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് കഴിക്കുന്നതിനേക്കാളിലും എനിക്കിത് നല്ല ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ബീഫിന് നല്ല എരിവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പുട്ട് കഴിക്കുന്നതിനോടൊപ്പം തന്നെ അത്രയും വെള്ളവും അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം TV കണ്ടു. നമ്മുടെ റിയാൻകുട്ടൻ കൊച്ചിച്ചൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഇതാ റിയാൻകുട്ടൻ തിരിച്ചിതാ വീട്ടിലെത്തി. പിന്നെ കുറച്ച് സമയം എല്ലാവരുമായിട്ട് ഇതാ ഒരുമിച്ചിരുന്നു. അമ്മ ഇതാ നമ്മുടെ ഇവക്കുട്ടനെ വീഡിയോ കോൾ വിളിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.